തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു വാർഡിൽ 5 പേരെന്ന രീതിയിൽ കർമ്മസേന രൂപീകരിക്കുമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിമാസം 6000 രൂപ നിരക്കിൽ ദിവസം മുഴുവൻ പ്രവർത്തിക്കേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകരായ ആശാ വർക്കർമാരുടെ സമരത്തിനൊപ്പമാണ് കേരളീയ പൊതുസമൂഹമെന്ന് ഫിലിപ്പ് ജോസഫ് അഭിപ്രായപ്പെട്ടു. വല്ലകം ജീവനിലയത്തിൽ നടന്ന INTUC ഉദയനാപുരം മണ്ഡലം കൺവെൻഷനും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലത്തിലെ ക്യാമ്പുകൾക്ക് ശേഷം ആ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 25 പേർ, അങ്ങനെ വരുമ്പോൾ നമ്മുടെ 9 നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 25 പേർ വീതമുള്ള ക്യാമ്പ് ജില്ലാ തലത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് 25 പേർ വീതം തെരഞ്ഞെടുക്കുന്ന ക്യാമ്പ് സംസ്ഥാന തലത്തിൽ നമ്മൾ മെയ് 1 മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ കേഡർമാരായി, നമ്മുടെ പാർട്ടിയുടെ സന്ദേശവാഹകന്മാരായി, നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ താഴെ തലത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി നടത്തുന്നതിന് വേണ്ടി ഒരു ടീം നമ്മുടെ വാർഡിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ കർമ്മസേന രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം MV മനോജ് അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് AICCയുടെ ജനറൽ സെക്രട്ടറിമാരെയും AICCയുടെ ഭാരവാഹികളെയും വിളിച്ചു ചേർത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ആ മീറ്റിംഗിൽ AICCയുടെ അധ്യക്ഷൻ പറഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നമ്മൾ എത്തണമെങ്കിൽ INTUCകളെ ചേർത്ത് പിടിച്ചു പോകണം. INTUC ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ, തൊഴിലാളികളെ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ അധികാരത്തിൽ തിരിച്ചെത്തുവാൻ പറ്റുള്ളൂ എന്ന് AICCക്ക് നല്ല ബോധ്യമുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് AICCയുടെ ഭാഗത്ത് നിന്ന് INTUCയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയ സമീപനമാണുള്ളത്. DCC ട്രഷറർ ജയ് ജോൺ പെരയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരക്കപ്പാടം ശശി മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു. INTUC സംസ്ഥാന കമ്മിറ്റി അംഗം PV പ്രസാദ് ചികിത്സാ സഹായ വിതരണവും വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട EK ജോസിന് ചുമതല കൈമാറി. INTUC കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രസംഗിച്ചു. നൂറുകണക്കിന് INTUC പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ് വൈക്കം.